നമസ്കാരം, മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. വിവരമുള്ള മലയാളിയുടെ വിവരക്കേടുകൾ. തട്ടിപ്പുകാരെ കടന്നുവരൂ, പണം കളയാൻ ഞങ്ങൾ റെഡി. ഓൺലൈൻ തട്ടിപ്പിലൂടെ ഒരു മാസം പോയത് 181 കോടി രൂപ. വലിയ വിവരവും വിദ്യാഭ്യാസവും ഒക്കെ അവകാശപ്പെട്ട് അഭിമാനിക്കുന്ന മലയാളിയുടെ ഗതികേട് യഥാർത്ഥത്തിൽ പുറത്തു പറയുന്നില്ല. എല്ലാ തരത്തിലുമുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ അരങ്ങേറുന്നത് മലയാളികളുടെ സ്വന്തം നാട്ടിലാണ്. ഏറ്റവും ഒടുവിൽ വളരെ ആസൂത്രിതമായി സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി സാമ്പത്തിക തട്ടിപ്പ് സുഗമമായി നടത്തുന്ന സംഘങ്ങൾ കേരളത്തെ ഉന്നം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നാണ് ഔദ്യോഗികമായി പുറത്തുവരുന്ന കണക്കുകൾ. കഴിഞ്ഞ മെയ് മാസത്തിൽ മാത്രം കേരളത്തിലെ മലയാളികളുടെ അക്കൗണ്ടുകളിൽ നിന്നും നഷ്ടപ്പെട്ടത് 181 കോടി രൂപയാണ്. ഇത്തരം പണം നഷ്ടപ്പെടലിന്റെ പേരിൽ വിവരമറിഞ്ഞ് ഉടമസ്ഥർ പരാതി സമർപ്പിക്കാറുണ്ടെങ്കിലും മെയ് മാസത്തിലെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടപ്പെടലിൽ ആകെ തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞത് 1.25 കോടി രൂപ മാത്രമാണ്. ബാക്കി തുക നഷ്ടപ്പെട്ടത് കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ പോലീസും സൈബർ സെല്ലും നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. പുതിയ തട്ടിപ്പിന്റെ മേഖലകൾ കണ്ടെത്തുന്നതിന് ഈ രംഗത്തുള്ളവർ നിരന്തരം പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ സ്ഥിരമായി അനുഭവപ്പെടുന്ന സാമ്പത്തിക തട്ടിപ്പുകൾ സ്വകാര്യ പണമിടപാട് സംഘങ്ങളുടെ ഭാഗത്തു നിന്നുമാണ്. വിവിധ ധനകാര്യ കമ്പനികൾ തുടങ്ങുകയും നാട്ടുകാരിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം വലിയ പലിശയും ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്ത് നേടിയെടുക്കുകയും ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ധനകാര്യ സ്ഥാപന ഉടമകൾ ഓഫീസും പൂട്ടി മുങ്ങുകയും ചെയ്യുന്ന ഏർപ്പാടാണ് കണ്ടുവരുന്നത്. പണം നഷ്ടപ്പെട്ട നിക്ഷേപകർ ഒടുവിൽ പരാതിയുമായി പോലീസ് സ്റ്റേഷനുകൾ കയറിയിറങ്ങുകയാണ്. സമീപകാലത്തായി സാമ്പത്തിക തട്ടിപ്പുകൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ്. ഫേസ്ബുക്ക്, യൂട്യൂബ്, ട്വിറ്റർ തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിൽ കൂടി വലിയ സാമ്പത്തിക ആനുകൂല്യങ്ങളും മറ്റും വാഗ്ദാനം ചെയ്യുന്ന പരസ്യ പ്രചരണം നടത്തുകയും ഇത് കണ്ട് ബന്ധപ്പെടുകയും ചെയ്യുന്ന ആൾക്കാരുടെ അക്കൗണ്ട് വിവരങ്ങൾ ചോർത്തിയെടുക്കുകയും ഈ സൗകര്യം ഉപയോഗപ്പെടുത്തി ഉടമസ്ഥരറിയാതെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും വലിയ തുകകൾ തട്ടിയെടുക്കുകയും ചെയ്യുന്ന ഏർപ്പാടാണ് നടന്നുവരുന്നത്. 2023 ഡിസംബർ മാസം മുതൽ 2024 മെയ് മാസം വരെ സംസ്ഥാനത്ത് പോലീസിൽ രജിസ്റ്റർ ചെയ്ത FIR പ്രകാരം കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക നഷ്ടമാണ് ഓൺലൈൻ ഇടപാടിലൂടെ കേരളീയരായ ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. 2023 ഡിസംബർ മാസത്തിൽ 54 കോടി രൂപ അക്കൗണ്ടുകളിൽ നിന്നും നഷ്ടപ്പെട്ടു. ഇതിൽ പോലീസ് ഇടപെടലിലൂടെ തിരികെ പിടിക്കാൻ കഴിഞ്ഞത് വെറും 73 ലക്ഷം രൂപ മാത്രമാണ്. 2024 ജനുവരി മാസത്തിൽ പലർക്കായി 33 കോടി രൂപ നഷ്ടപ്പെട്ടു. ഇതിൽ 85 ലക്ഷം രൂപ മാത്രം തിരികെ പിടിക്കാൻ കഴിഞ്ഞു. ഫെബ്രുവരി മാസത്തിൽ നഷ്ടമായത് 127 കോടി രൂപയാണ്. ഇതിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ 2 കോടിയോളം രൂപ മാത്രമാണ് ഇതുവരെ തിരികെ പിടിക്കാൻ കഴിഞ്ഞത്. മാർച്ച് മാസത്തിലാകട്ടെ 86 കോടി രൂപ നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ടു. എല്ലാ കണക്കുകളും നടുക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. ഏപ്രിൽ മാസത്തിൽ 136 കോടി രൂപയാണ് ഓൺലൈനിലൂടെ കേരളത്തിൽ നിന്നും തട്ടിക്കൊണ്ടുപോയത്. ഇതുവരെ 181 കോടി രൂപ കേരളത്തിൽ നിന്നും തട്ടിയെടുക്കപ്പെട്ടു. വിദേശ രാജ്യങ്ങളിലുള്ള ചില സാങ്കേതിക പരിജ്ഞാനമുള്ള ആൾക്കാരും അന്യ സംസ്ഥാനത്ത് പ്രത്യേകിച്ചും ബോംബെ, ബാംഗ്ലൂർ, ഡൽഹി തുടങ്ങിയ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘങ്ങളുമാണ് ഇത്തരത്തിൽ കേരളത്തിൽ കണ്ണുറപ്പിച്ചുകൊണ്ട് ഓൺലൈൻ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിവര സാങ്കേതിക വിദ്യയുടെ അത്ഭുതകരമായ വളർച്ചയുടെ ഒരു ഭാഗമാണ് ഈ തട്ടിപ്പിന് വഴിയൊരുക്കുന്നത്. ഈ തട്ടിപ്പ് സംഘങ്ങൾ കൂടുതലായും കമ്പ്യൂട്ടറും മൊബൈൽ ഫോണുകളും സിം കാർഡുകളും ഉപയോഗിച്ചാണ് സാമ്പത്തിക തട്ടിപ്പ് തുടർന്നു വരുന്നത്. അടുത്തിടയ്ക്ക് ബാംഗ്ലൂരിൽ പിടിക്കപ്പെട്ട ഓൺലൈൻ തട്ടിപ്പുകാരൻ ഉപയോഗിച്ചിരുന്നത് 100 കണക്കിന് മൊബൈൽ ഫോണുകളും അത്ര തന്നെ മൊബൈൽ കണക്ഷൻ നൽകുന്ന സിം കാർഡുകളുമായിരുന്നു. വിദേശ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില സംഘങ്ങളും കേരളം ലക്ഷ്യമാക്കി തട്ടിപ്പ് നടത്തുന്നതായി അന്വേഷണ സംഘത്തിന് ബോധ്യമായിട്ടുണ്ട്. എന്നാൽ ഇതിനെല്ലാം കേരളം മാതൃകയായി മാറുന്നത് എന്തുകൊണ്ട് എന്ന കാര്യത്തിൽ വിശദമായ പഠനം നടത്തേണ്ടതുണ്ട്. സാമ്പത്തികമായ വിവിധ തരത്തിലുള്ള തട്ടിപ്പുകളുമായി നടക്കുന്ന സംഘങ്ങൾ എന്തുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ കേരളത്തെ ലക്ഷ്യം വെക്കുന്നത്? വിവരവും വലിയ വിദ്യാഭ്യാസവും സാങ്കേതിക പരിജ്ഞാനവും ഒക്കെ ഉണ്ടെന്ന് അഭിമാനിക്കുന്ന മലയാളികൾ തന്നെ ഓരോ തട്ടിപ്പ് സംഘത്തിന്റെയും വലയിൽ വീഴാൻ കാത്തു നിൽക്കുന്നു എന്നതാണ് വാസ്തവം. എന്ന് വെച്ചാൽ 10 കിട്ടും എന്ന് ആര് പറഞ്ഞാലും അതിന്റെ പിറകെ പാഞ്ഞു പോകാനും ഒടുവിൽ അവരുടെ വലയിൽ വീണ് ഉള്ള പണവും നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാക്കാനും മലയാളിക്ക് മടിയില്ല.
കേരളത്തിൽ തന്നെ തദ്ദേശീയരായ സ്വകാര്യ പണമിടപാടുകാരും വലിയ പലിശ വാഗ്ദാനം ചെയ്യുന്ന സ്വകാര്യ ബാങ്കുകളും നിരന്തരം പൊതുജനങ്ങളെ വഞ്ചിച്ച് നൂറുകണക്കിന് കോടി തട്ടിയെടുക്കുന്ന വാർത്തകൾ പലതവണ വന്നു കഴിഞ്ഞതാണ്. ഓരോരോ പുതിയ വാഗ്ദാനങ്ങളുമായി ആൾക്കാരെ വലയിൽ വീഴിക്കാൻ കേരളീയരായ പണമിടപാടുകാർ മുന്നോട്ട് വരുന്നുമുണ്ട്. അവരുടെ ഒരിക്കലും നടക്കാത്ത വാഗ്ദാനങ്ങളിൽ പെട്ടുകൊണ്ട് ഉള്ള പണം അവന്റെ കയ്യിൽ കൊടുക്കാൻ മലയാളിക്ക് ഒരു മടിയുമില്ല. എത്ര സ്വകാര്യ പണമിടപാട് സംഘങ്ങളാണ് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറെ പ്രസക്തമായി നിലനിൽക്കുന്നത് ഓൺലൈൻ തട്ടിപ്പുകളാണ്. വിവര സാങ്കേതിക വിദ്യാരംഗത്ത് ആധുനികമായ പുതിയ സംവിധാനങ്ങളും മറ്റും ആർക്കും ലഭ്യമാകുന്നതിന്റെ പേരിൽ ഇത്തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പുകൾക്ക് കൂടുതൽ സൗകര്യം ലഭ്യമാകുന്നുണ്ട്. അധികൃതർ പറയുന്ന അഭിപ്രായ പ്രകാരമാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ അന്വേഷണം നടത്തുന്നത് വരെ വലിയ ബുദ്ധിമുട്ടുള്ള ഏർപ്പാടുകളാണ്. ഓൺലൈൻ തട്ടിപ്പുകൾ ആര് നടത്തി, എവിടെ വെച്ച് നടത്തി എന്നതൊക്കെ കണ്ടുപിടിക്കാൻ തന്നെ കഴിയാത്ത വിധത്തിലുള്ള വിദഗ്ധമായ ഏർപ്പാടുകളാണ് ഈ ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം ബാംഗ്ലൂരിൽ തങ്ങി തട്ടിപ്പ് നടത്തുന്ന സംഘം അടുത്ത ദിവസം ഡൽഹിയിൽ തങ്ങിയിട്ടായിരിക്കും ഓൺലൈനിൽ തട്ടിപ്പുകൾ നടത്തുക. മറ്റൊരു ദിവസം ഏതെങ്കിലും വിദേശ നഗരത്തിൽ ഇരുന്നാകും തട്ടിപ്പ് തുടരുക. ഇത്തരം കാര്യങ്ങൾ എല്ലാ ഓൺലൈൻ തട്ടിപ്പുകളിലും സംഭവിക്കുന്നതിന് പേരിൽ കേസുകൾ ഉണ്ടായാൽ അതിൽ അന്വേഷണം നടത്തി കൃത്യമായി ആളെ കണ്ടുപിടിക്കുക വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാണ് പോലീസിന്റെയും അഭിപ്രായം. പലതരത്തിലുള്ള തട്ടിപ്പുകൾ ആവർത്തിക്കപ്പെടുകയും അതിൽ എല്ലാം വീഴുകയും ചെയ്യുന്ന മലയാളി സമൂഹം ഇനിയെങ്കിലും പണം നഷ്ടപ്പെടുന്ന കാര്യത്തിലെങ്കിലും കുറെ കൂടി ജാഗ്രതയും മറ്റും കാണിക്കേണ്ടതുണ്ട്. ഒരിക്കലും ഒരു സ്ഥാപനത്തിന് തരാൻ കഴിയാത്ത വലിയ ലാഭം ആര് പറഞ്ഞാലും അത് തട്ടിപ്പിന്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിയാനുള്ള കേവല ബുദ്ധിയെങ്കിലും സമൂഹം പ്രകടിപ്പിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഓൺലൈനായാലും ഓഫ്ലൈനായാലും മലയാളി എന്നും സാമ്പത്തിക തട്ടിപ്പിന്റെ ഇരകളായി നീങ്ങുന്ന കാഴ്ചയായിരിക്കും ഇനിയും തുടർന്നുണ്ടാകുക. നന്ദി, നമസ്കാരം.